അമ്മാവനൊരു കാര്യം സമ്മതിച്ചാൽ മതി. എനിക്ക് കൽക്കത്തയിൽ നിന്ന് എറണാകുളത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി. അപ്പൂവിന് എന്റെ കൂടെ അയക്കാമോ? അവൻ അവിടെ എന്റെ കൂടെ താമസിച്ച് പഠിക്കട്ടെ. എന്റെ കുഞ്ഞെ, നീ അതെന്നോട് ചോദിച്ചിട്ട് വേണം. നിനക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലേ? പിന്നെ നിനക്കതൊരു ബുദ്ധിമുട്ടാവരുത്. ഇതൊരു ബുദ്ധിമുട്ടാണോ അമ്മാവ? അമ്മാവൻ എനിക്ക് വേണ്ടി ക്ലേശിച്ചു തോർക്കുമ്പോൾ ഇതെത്ര നിസ്സാരമാണ്. വലിയ മോഹങ്ങളൊന്നുമില്ല കുഞ്ഞെ. അവൻ ഈ 10ാം ക്ലാസ് പരീക്ഷ ഒന്ന് കടന്നു കിട്ടിയാലേ ഒരാശ്വാസമായി. അവനൊരു കടമെത്തിയാലേ ഞങ്ങളുടെ ഈ പട്ടിണിക്കൊരറുതി വരും. പിന്നെ എനിക്കൊന്ന് നടു നിവർത്താം. അമ്മാവനെ ദൈവം വലയ്ക്കില്ല. സമയം വളരെയായി. അമ്മ കാത്തിരിക്കായിരിക്കും. ഞാൻ ചെല്ലട്ടെ, നാളെ വരാം. വന്നിട്ടൊന്നും കഴിക്കാതെ പോകുവാന്നല്ലേ? അതിന് ഞാൻ നാളെ ഇവിടെ തന്നെ അല്ലേ? അമ്മേ, കടവൈ തിറവായ്. അമ്മേ, അമ്മേ. അമ്മ വന്നുവിട്ടേൻ. യാർ വീരാതി വീരൻ വീരസിംഗം വിജയകുമാർ കൽക്കത്താവിൽ നിന്നും വന്നുവിട്ടേൻ. എടാ കിറുക്ക, വരാൻ വൈകിയതെന്ത്? അയ്യോ, അതൊരു വലിയ കഥയാണമ്മേ. വലിയ കഥയാണെങ്കിൽ പിന്നെ പറഞ്ഞാ മതി. ആദ്യം നീ അകത്ത് വന്ന് ഇതൊക്കെ അഴിച്ചിട്ട് കുളിച്ച് വല്ലതും കഴിക്ക്. വാ. മീൻകറി ഇല്ലേ അമ്മേ? ഓ, ഇത്തിരി നെത്തോലി കിട്ടി. ഹായ്, നെത്തോലി. കുണുക്കിട്ട പെണ്ണെ കുഞ്ചാലി, നിനക്കിട്ട പേര് നെത്തോലി. ഇനിയും നിനക്കിഷ്ടമുള്ളതൊക്കെ വെച്ച് തരാനും ചോറ് വിളമ്പാനും പറ്റും. നീ തന്നെ ഒരാളെ കണ്ടുപിടിക്കണം. ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ടമ്മേ. ആരാ? മനസ്സിലുണ്ടമ്മേ. നല്ല കായാമ്പൂവിന്റെ നിറമുള്ള കണ്ണുകൾ, പാതിരാപ്പൂവിന്റെ സുഗന്ധമുള്ള ഇരുണ്ട് ചുരുണ്ട് നീണ്ട തലമുടി, ഹൃദയം നിറയെ സ്വപ്നങ്ങൾ. 64 കലകളിലും വൈദഗ്ധ്യം. അങ്ങനെ നിന്റെ കവിതയൊക്കെ കടലാസിൽ എഴുതിയാ മതി. വല്ല പെമ്പിള്ളേരും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പറ. കണ്ടിട്ടുണ്ട്, പക്ഷെ പേരറിയില്ല. എന്നാ ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഒരു കവി വന്നിരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞേക്കാം. 1 മാസത്തെ സമയം തന്നിരിക്കുന്നു. അതിനുള്ളിൽ ഞാൻ ഒരാളെ നിശ്ചയിച്ച് അങ്ങോട്ട് അറിയിക്കും. അപ്പൊ ഞാൻ പറയാൻ വരരുത്. രാമൻകുട്ടി സ്പോർട്സിനൊക്കെ മിടുക്കനാണല്ലോ. ഇക്കൊല്ലം ഷീൽഡ് നമ്മുടെ സ്കൂളിന് വാങ്ങണം. പോയിട്ട് തിങ്കളാഴ്ച ഒന്ന് ചേർന്നോളൂ. അടുത്ത ആള് വരണം. നമസ്കാരം. വരണം 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 വരണം. ഈ വരിയിൽ നിൽക്കുന്നവരെല്ലാം തന്നെ നിങ്ങളെപ്പോലെ സ്കൂൾ പ്രവേശനം സംബന്ധിച്ച് വന്നിട്ടുള്ളവരാണ്. ഇത്രയും പേരെ മറികടന്ന് അകത്ത് വരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങളല്ലേ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കേണ്ടത്. ഞാൻ ആരാണെന്ന് മാസ്റ്റർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങൾ ആരായാലെന്ത്, എനിക്ക് അതൊരു പ്രശ്നമല്ല. നിങ്ങൾ വരിയുടെ ഒടുവിൽ പോയി നിൽക്കണം. ഈ സ്കൂളിൽ എന്റെ കുട്ടിക്ക് അഡ്മിഷൻ വേണ്ടെങ്കിലോ? ഒപ്പമുള്ള നിങ്ങളുടെ കുട്ടി നിങ്ങളെ കണ്ടു വേണ്ടേ അച്ചടക്കം ശീലിക്കാൻ? കഷ്ടം. അച്ചടക്കം? നിങ്ങളുടെ അഹങ്കാരത്തിന് അടക്കം വരുത്താൻ ഞാൻ വിചാരിച്ചാൽ പറ്റുമോ എന്ന് നോക്കട്ടെ. പാടം മാന്യന്മാരെ അധിക്ഷേപിക്കുക. വരുവരിത്. ഇരിക്കുവരിത്. നമ്മളിവിടെ നിന്നോളാം. അതെന്താ? താൻ ഇരുന്നില്ലെങ്കിൽ ഞാനും ഇരിക്കില്ല. ഇരിക്കൂ, ഇരിക്കൂ അവിടെ. പിന്നെ എന്തെല്ലാം പരീത്? വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓനെ സ്കൂളിൽ അയക്കുന്നത്. ഏത് നമ്മുടെ വാപ്പാന്റെ കാലം മുനക്ക് തുടക്കിയതാണ് ഞമ്മക്ക് ഈ അടക്കാ കച്ചവടം. നോക്കി മാസ്റ്റർ കായൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. എന്നാലും നമ്മളെപ്പോലെ അലഞ്ഞു തിരിയാൻ വയ്യ ആവരുതെന്ന് കരുതിയിട്ടാണ് നമ്മൾ പറ്റിക്കുന്നത്.
എന്നാലും കായിന്റെ വലിവുകൊണ്ട് 2 കൊല്ലം ചെക്കന്റെ പഠിത്തം മുടങ്ങിക്കും. പിന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. സാർ തന്നെ ഓന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു രക്ഷ ചെയ്യണം. ഈ പറഞ്ഞതെല്ലാം കേൾക്കേണ്ടത് ഇസ്മയിലാണ്. മനസ്സിലായോ? നീ വല്ലതും പഠിക്കുന്നുണ്ടോ എന്ന് വീട്ടിൽ വെച്ച് പരീക്ഷിച്ചു നോക്കാൻ തക്ക അറിവോ പഠിപ്പോ നിന്റെ ബാപ്പയ്ക്കില്ല. നേരാണ് സാർ. നമ്മുടെ ബാപ്പ നമ്മളെ പള്ളിക്കൂടത്തിൽ അയച്ചില്ല. ചിന്താബാധ വിളിച്ചു, വീടി വലിച്ചും സമയം കളയുന്നു. മിടുക്കനായി പഠിക്കണം. പഠിച്ച് കുടുംബത്തിന് ഒരു താങ്ങും തണലുമാവണം. ഈ രാജ്യത്തിന് തന്നെ ഒരു അന്തസ്സാവണം. വലിയവനാകണം. ആ ഉന്നം വെച്ച് പഠിക്കണം. മനസ്സിലായോ? വിൽപ്പനയ്ക്ക് തയ്യാറായി കേരളത്തിലെ ഗാനഗന്ധർവനായ വിഹാരിയുടെ ഏറ്റവും പുതിയ ഗാന സമാഹാരം ദാഹിക്കുന്ന ഹൃദയം. ഓ, ഗാനഗന്ധർവനാണല്ലോ അടുത്തിരിക്കുന്നത്. ഞാനാണ് വിഹാരി എന്ന് അപ്പോൾ ആര് പറഞ്ഞു? അമ്മായി. ചേട്ടൻ കൽക്കട്ടയെന്നേ കവിതയുടെ കട്ടിങ്സ് ഒക്കെ അയക്കുമ്പോ അമ്മായിയെ വായിച്ചു കേൾപ്പിക്കുന്ന ഞാനല്ലേ? അത് ശരി. പക്ഷേ ഞാനാണ് വിഹാരി എന്ന കാര്യം നീ ആരോടും പറയരുത് കേട്ടോ. പരമരഹസ്യമാണ്. അല്ല, ഈ കള്ളപ്പേരിന്റെ ഉദ്ദേശം എന്താണ്? അതെല്ലാം ഈ എഴുത്തുകാരുടെ ഡക്ക് വേലയാണ്. ശരി ശരി, നാളെ നീ എന്റെ കൂടെ വരാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. എല്ലാം റെഡി. ഭാഗിരഥി പേന എടുത്താ. അതിന് സ്കൂൾ തുറന്നില്ലല്ലോ. സ്കൂൾ തുറന്നാലേ പേന എടുക്കാൻ പാടുള്ളൂ. എന്നില്ല, ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. പേന എവിടെ? വെളുത്താടന്റെ കണക്ക് എഴുതിയിട്ട് അതും കൂടെ അലക്കാനിട്ടാ. ഈ നെഞ്ചിലെന്തോന്നാ ഉള്ളതല്ലേ. ചേലിൽ താമര പൂത്തു പരന്നൊരു നീല ജലാശയ നികടത്തിൽ കൽപ്പടവിങ്കലിരുന്നു കാമിനി സ്വപ്നവിഹാര വിലാസിനിയായി, സ്വപ്നവിഹാര വിലാസിനിയായി. യമുനെ, നിന്റെ അമ്മ ഇപ്പൊ വലിയ കാളാജകുമാരികളെ പോലെയാണ് പേന കുത്തുന്നത്. ഇതാ ഇവിടെ. അത്രയ്ക്കൊന്നും കളിയാക്കണ്ട. യമുന എവിടേക്കാ? ഞാൻ മഹിളാ സമാജ സെക്രട്ടറി അല്ലേ. എനിക്ക് പല ജോലികളുണ്ട്. സമാജത്തിന്റെ ആവശ്യത്തിന് ചീട്ട് വാങ്ങണം, ബുക്സ് വാങ്ങണം, പിന്നെ എന്റെ കണ്ണെഴുത്ത് മഷി വാങ്ങണം. ആരാ മുൻവശത്ത്? എന്താ നാരായണനും മകളും? ഇതെന്തിനാ? പെണ്ണ് പരീക്ഷയിൽ ജയിച്ചു. അതിന് അവിടുന്ന് ചെയ്ത ഉപകാരം കൊണ്ടാണ് പെണ്ണ് ജയിച്ചത് എന്ന് ആര് പറഞ്ഞു? അത് നാരായണൻ അറിയാമേ. അവള് മുക്കറയിട്ട് പഠിച്ചിട്ടാ ജയിച്ചത്. ഇതിൽ നല്ല കൂത്ത്. എടുത്തോണ്ട് പോയി തന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും കൊടുക്കും. വരൂ മനെ. നീ ഇങ്ങനെ ചുമ്മാ ജയിച്ചാ പോരാ കേട്ടാലിയില്ലേ. അടുത്ത കൊല്ലം ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ജയിക്കണം. എടുത്തോളൂ. ഇതാ ആപ്ലിക്കേഷൻ ഫോം. അഡ്മിഷൻ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. നീ ഇന്റർവ്യൂ കഴിഞ്ഞ് നേരെ ഹോട്ടലിലേക്ക് വന്നേരെ. ശരി. ഇത്ര പെമ്പിള്ളേർ ഇവിടെ ഉണ്ടെങ്കിലേ ഇത്തവണ നമ്മുടെ ഗതി അതോ ഗതിയാ. ഇത് എത്രാമത്തെ മലകേറ്റാ? 3ാമത്തെ. ഞാനും അതെ. ഇത്തവണയും പ്ലക്കിയാ. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു കമ്പനിയാ, ഒരു ബാർബർ ഷോപ്പ് തുടങ്ങാം. സമ്മേളനത്തിന്റെ ചുമതല മിസ്സിസ് മേനോൻ വഹിക്കണം. കലാപരിപാടികളുടെ ചുമതല യമുന തന്നെ ഏൽക്കണം. പ്രസംഗിക്കാൻ ആരെയുമാണ് ക്ഷണിക്കേണ്ടത്? ആഘോഷിക്കാൻ പോകുന്നത് സമാജത്തിന്റെ 1ാമത്തെ വാർഷികയോഗമാണ്. പരിപാടികൾ നമുക്ക് കേമമാക്കണം. പ്രധാന പ്രാസംഗികനായി നമുക്ക് പ്രസിദ്ധ കവിയായ ശ്രീ വിഹാരിയെ ക്ഷണിക്കാം. വികാരി അച്ഛനോ? ഏത് പള്ളിയിലെയാ? വികാരി അച്ഛനല്ല, വിഹാരി. പ്രസിദ്ധ കവിയാണ്. അങ്ങേർക്ക് വേറെ തൊഴിലൊന്നും കാണുകയില്ലായിരിക്കും. ശരി ശരി, യമുന പറയുന്നത് പോലെ നമുക്ക് പ്രസംഗിക്കാൻ ശ്രീമാൻ വിഹാരിയെ തന്നെ ക്ഷണിക്കാം.
ബിഹാരിയുടെ ഏറ്റവും പുതിയ പുസ്തകം ഇതുവരെ വന്നില്ല അല്ലേ? അച്ചടി കഴിഞ്ഞിട്ടില്ലെന്നാണ് നമ്മുടെ അറിവ്. പത്രത്തിൽ പരസ്യം കണ്ടല്ലോ. പ്രിന്റ് ചെയ്യും മുമ്പേ തന്നെ പത്രത്തിൽ പരസ്യം കൊടുക്കും. അതാണ് അതിന്റെ ഒരു വേലവെപ്പ്. വല്ലാത്ത വേലവയ്പ് തന്നെ. ബില്ലെന്തായി? 7 rupees 25 paise, 7 രൂപ 25 പൈസ. ഇതാ 100 രൂപയുടെ നോട്ടോ. സ്വാമി ശരണം. ഇതും ഒരു വേലവെപ്പാണല്ലോ സാർ. ഇവിടെ ഒരു ദമ്പടി ഇല്ല. പോയി മാറ്റിക്കൊണ്ടുവരൂ. മാറ്റിക്കൊണ്ടുവരാം. വരുന്നവരെ സ്റ്റാൾ ഒന്ന് നോക്കണം സാർ. ദാഹിക്കുന്ന ഹൃദയമുണ്ടോ? ഏ? ദാഹിക്കുന്ന ഹൃദയം. എന്തോന്ന്? മിസ്റ്റർ വിഹാരി എഴുതിയ പുതിയ പുസ്തകം. ആഹാ, ദാഹം വരുന്നേ ഉള്ളൂ. എന്നേക്ക് വരും? ദാഹമോ? ദാഹിക്കുന്ന ഹൃദയം. അതെ, ദാഹിക്കുന്ന ഹൃദയം. അതെങ്ങനെ പറയും? ഏതായാലും അത് വരുമ്പോൾ എനിക്ക് വേണ്ടി ഒരു കാപ്പി എടുത്തു വെക്കണം. നല്ല കാര്യം, അത് തീർച്ചയാണ്. ദാഹിക്കുന്ന ഹൃദയത്തിന് ആവശ്യക്കാരി. എന്താ പേര്? യമുന. കെയർ ഓഫ് ജനാർദ്ദനൻ പിള്ളെ, ഹെഡ് മാസ്റ്റർ. അല്ലെങ്കിൽ സെക്രട്ടറി മഹിളാ സമാജ എന്ന് മതി. മിസ് ആണോ? അതെ. എതിർപ്പുണ്ടോ? എനിക്കോ? അല്ല, കേശവദേവ് എഴുതിയ എതിർപ്പെന്ന നോവൽ. ഒരെതിർപ്പുമില്ല. പഴയ ജനാർദ്ദനൻ പിള്ള സാറിന്റെ മകളാണ്. അച്ഛനെ അറിയാമോ? എന്റെ സാറാണ്. കൂടാതെ കൊല്ലത്ത് താമസിക്കുമ്പോ ഞാനൊരു ദിവസം വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് മിസ് യമുന കുട്ടിയാണ്. പിന്നെ പുതുതായി എന്തുണ്ട്? പുസ്തകങ്ങൾ പൂവമ്പഴം കണ്ടു. എനിക്കിഷ്ടമില്ല. പിന്നെ കാണാം. പോകാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഇതൊരു പുതിയ നാടകമാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ദാഹിക്കുന്ന ഹൃദയം കിട്ടാൻ എന്താ ഇത്ര തിടുക്കം? ഞങ്ങളുടെ മഹിളാ സമാജത്തിന്റെ വാർഷികത്തിന് അതിലെ ഗാനങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിക്കാനാണ്. ബിഹാരി, അയാളുടെ കവിതകൾക്ക് വലിയ എരിവൊന്നുമില്ല. ഇല്ലായിരിക്കും, പക്ഷേ നല്ല മധുരമുണ്ട്. അദ്ദേഹത്തിന്റെ മേൽവിലാസം അറിയാമോ? ഏതോ ഹോട്ടലിലാണ് താമസം. അല്ലെങ്കിൽ ബിഹാരി, കെയർ ഓഫ് ജനതാ ബുക്ക് സ്റ്റാൾ എന്നെഴുതിയാൽ മതി. പിന്നെ കാണാം. അയ്യപ്പൻപിള്ള സാർ സ്കൂളിൽ നിന്നാണോ? ഇത് ഡ്രിൽ മാസ്റ്റർ മിസ്റ്റർ അയ്യപ്പൻപിള്ള. ഇത് ബുക്ക് സ്റ്റാളിന്റെ മാനേജർ ഹരിഹര സുബ്രഹ്മണ്യ അയ്യർ. വണക്കം. ശരിയല്ല. വണക്കം. അച്ഛൻ അവിടെ ഇല്ലേ? ഉണ്ടുണ്ടുണ്ട്. ഡെലിവറി. ഡെലിവറി പ്രസവിക്കുന്നു. കുട്ടികളുടെ ഗാർഡൻസും ടീച്ചേഴ്സും എല്ലാം ഉണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ടില്ല. പ്രസവാനന്തര ശുശ്രൂഷയുണ്ട്. അനന്തര ശുശ്രൂഷയോ അതോ അതിന് മുമ്പുള്ള ശുശ്രൂഷയോ? അനന്തരം. പങ്കജം പ്രസവിച്ചു. ട്വിൻസ്. ഭേഷ്. വീട്ടിലേക്ക് വാ, ഞാനുമുണ്ട്. അപ്പോ പോട്ടെ. പെട്രോൾ ബങ്ക് വരെ ഓടി, ഒരിടത്തും ചേഞ്ചില്ല. അപ്പോൾ നമ്മൾ ചില്ലറ മാറ്റാൻ പോയത് മൊത്തത്തിൽ ഒരു ഉപകാരമായെന്ന് പറയണം.